4 വർഷത്തിനകം കൊച്ചിയിൽ മെട്രോ ട്രെയിൻ ഓടിക്കുമെന്ന മെട്രോ റെയിൽ പദ്ധതിയുടെ സ്പെഷ്യൽ ഓഫീസർ ടോം ജോസ്. കൊച്ചി രാജ്യാന്തര വിമാന കമ്പനിയുടെ മാതൃകയിൽ പൊതുമേഖലയിൽ കൊച്ചി മെട്രോ കമ്പനി രൂപീകരിക്കുകയാണ് ആദ്യപടി. കൊച്ചിയിൽ ഉടൻ തന്നെ ഓഫീസ് തുറക്കുമെന്നും ഗതാഗത വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി കൂടിയായ ടോം ജോസ് മനോരമ ന്യൂസിനോട് പറഞ്ഞു. About 4 years time from now, ഇന്ന് തൊട്ട് നോക്കിയാൽ നമുക്ക് നടപ്പിലാക്കാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ് എൻ്റെ ഒരു പ്രതീക്ഷ. യെസ്, അങ്ങനെയുള്ള ഒരു കോൺഫിഡൻസിലാണ് ഗവൺമെന്റ് മൂവ് ചെയ്യുന്നത്. കൊച്ചിയിൽ ഉടൻ തന്നെ ഓഫീസ് തുറക്കും. 14-ന് കൊച്ചിയിൽ ഡൽഹി മെട്രോ റെയിൽ കമ്പനി പ്രതിനിധികളുമായും ജില്ലാ കളക്ടറുമായും പ്രാരംഭ ചർച്ചകൾ നടത്തും. പദ്ധതി നടത്തിപ്പിന് പൊതുമേഖലയിൽ കമ്പനി രൂപീകരിക്കണം. കേന്ദ്ര സർക്കാരിനും സംസ്ഥാന സർക്കാരിനും ഇതിൽ ഓഹരി പങ്കാളിത്തം ഉണ്ടാകും. കൊച്ചി മെട്രോയ്ക്ക് വേണ്ടി ഒരു സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ ഇത് നടപ്പിലാക്കുന്നതിലേക്കായിട്ട് ഒരു ഗവൺമെൻറ്റിൻ്റെ ഉടമസ്ഥതയിലുള്ള ഒരു കമ്പനി ഉടനെ തന്നെ രൂപീകരിക്കുന്നതിനുള്ള സ്റ്റെപ്സ് തുടങ്ങിക്കഴിഞ്ഞു. അപ്പോൾ അത് മിക്കവാറും ഒരു 2 മാസത്തിനുള്ളിൽ അതിൻ്റെ രൂപീകരണം ഉണ്ടാകും. മെട്രോ റെയിൽ മാത്രമാണ് കൊച്ചിയുടെ ശ്വാസം മുട്ടൽ കുറയ്ക്കാൻ തൽക്കാലം മുന്നിലുള്ള പോംവഴി. ഇപ്പോൾ ഉദാഹരണത്തിന് എനിക്ക് പേഴ്സണൽ എക്സ്പീരിയൻസ് ഉണ്ട്. തൃപ്പൂണിത്തുറയിൽ നിന്ന് മരീൻ ഡ്രൈവിലേക്ക് ഒരു 5 മണിക്ക് ഒരാൾക്ക് കാറിലോ ബസ്സിലോ പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലായിട്ട് റണ്ണിങ് ടൈം 2.5 മണിക്കൂറാണ്. ഇത് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 കിലോമീറ്റർ ഡിസ്റ്റൻസേ ഉള്ളൂ. 10 കിലോമീറ്ററിന് 2.5 മണിക്കൂർ പീക്ക് ടൈമിൽ ട്രാവൽ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ജനങ്ങൾ എന്തുമാത്രം കഷ്ടപ്പെടുന്നുണ്ട് ട്രാഫിക് കൺജഷൻ കൊണ്ട് എന്നുള്ളതിൻ്റെ ഒരു യഥാർത്ഥ പിക്ചർ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. പുതുക്കിയ പദ്ധതി അനുസരിച്ച് 4427 കോടി രൂപ ചെലവ് വരുന്ന പദ്ധതിക്ക് 25 ഹെക്ടർ സ്ഥലമാണ് വേണ്ടിവരിക. 15 ഹെക്ടറിലേറെ സ്ഥലം സ്വകാര്യ വ്യക്തികളുടേതാണ്. NK ഗിരീഷ്, മനോരമ ന്യൂസ്, തിരുവനന്തപുരം.